അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളം അമല് ചെയ്യുന്നവരാണ്, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ നല്ല മുഖ്ലിസീങ്ങളാണോ അല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത കിബറന്മാരാണോ എന്നതിനെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ പ്രമുഖരായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉപദേശം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കിബറനാണോ, ഞാൻ ഇഖ്ലാസുള്ളവനാണോ എന്നുള്ളത്. മൻ റഅ നഫ്സഹു മിനൽ മുഖ്ലിസീന കാന മിനൽ മുറാഇൻ. ഒരാൾ അവനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാനൊരു നല്ലവനാണ്, ഞാനൊരു ഇഖ്ലാസുള്ളവനാണ്, ഞാനൊരു ഇബാദത്തുള്ളവനാണ്, എന്നിലൊരു കുറവുമില്ല, എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവന് നിസ്കാരമില്ല, അവന് ഇബാദത്തില്ല എന്നുള്ളൊരഭിപ്രായമാണ് എന്നിലെങ്കിൽ നീ മനസ്സിലാക്കണം, നീ വലിയ കിബറനാണ്, നീ വലിയൊരു മുറാഇയാണ്, റിയാ ഉള്ളവനാണ്. അതെ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത റിയാ, ഖൽബിന്റെ മാരകമായ രോഗമാണല്ലോ റിയാ എന്നുള്ളത്. ആ റിയാ ഉള്ളവനാണെന്ന് നീ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് എന്നെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ടാകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ നന്നാകാൻ പാടില്ല എന്നല്ല, പക്ഷെ ആ കിബറോടു കൂടെ അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഉഷാറാണ്, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചിന്ത ആർക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അതേ, എത്ര വലിയ ഇബാദത്തുണ്ടെങ്കിലും എത്ര വലിയ അമലുകളുണ്ടെങ്കിലും ഇതൊക്കെയും അല്ലാഹു സ്വീകരിച്ചു എന്നറിയില്ലല്ലോ. അതല്ലേ നമുക്ക് വലിയ മാതൃക. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടാണ് കഅബ ഷരീഫ് പുനർനിർമ്മാണം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുമ്പോൾ അതിലേതായാലും അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹു സ്വീകരിക്കും, അതിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. എന്നിട്ട് പോലും ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബ ഉണ്ടാക്കിയതിന്റെ ശേഷം ദ്വാരത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹ് ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്. എന്തിനാണ് അങ്ങനെ ദ്വാരുന്നത്? റബ്ബിനൊന്നും എൻ്റെ വക്കന്ന് സ്വീകരിക്കാൻ ഒരു നിർബന്ധവുമില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. എന്നിൽ സ്വീകരിക്കുമോ, എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയം ഏത് സമയത്തും നമ്മിൽ ഉണ്ടാകണം. അല്ലാതെ ഞാനൊരു നല്ലവനാണെന്നുള്ള ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെ കയറിയാൽ ആ സമയത്ത് മനസ്സിലാക്കണം, ഞാൻ എവിടെയോ വഴിതെറ്റിയിട്ടുണ്ട്. വളരെ ഗൗരവത്തുള്ള, വളരെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിഷയമാണ്. എനിക്ക് എന്നെക്കുറിച്ച് ഞാൻ ഉഷാറായിട്ടുണ്ട്, ഞാൻ വിജയിച്ചിട്ടുണ്ട്, എനിക്കൊന്നും ഇനി പേടിക്കേണ്ടതില്ല എന്നുള്ള ചിന്ത എപ്പോൾ എൻ്റെ കൽബിൽ വന്നോ അന്ന് ഞാൻ മനസ്സിലാക്കണം ഞാൻ എൻ്റെ വഴി തെറ്റിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് പറയുകയാണ്, ഒമൻ റഅ നഫ്സഹു മിനൽ മുറാഇന കാന മിനൽ മുഖ്ലിസീൻ. അതേ സമയത്ത് ഒരാൾ അവൻ്റെ കൽബിലുള്ള അഭിപ്രായം ഞാൻ വലിയ കിബറനാണ്, ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, ധാരാളം ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് കൽബിൽ വല്ലാത്ത പേടിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുമോ, അള്ളാഹു സ്വീകരിക്കുമോ, ഞാൻ വലിയൊരു അക്രമിയാണല്ലോ, എൻ്റെ കൽബിൽ എന്തെല്ലാം ചിന്തകൾ വരുന്നുണ്ടല്ലോ എന്നുള്ള പേടിയിലാണ്, ഞാൻ വെറും ലൈഫാണ്, ഞാൻ എല്ലാവരെക്കാളും മോശപ്പെട്ടവനാണ് എന്നാണ് ഒരാളുടെ കൽബിൽ അവനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലെങ്കിൽ മനസ്സിലാക്കുക, നീ നല്ലൊരു ഇഖ്ലാസ് ഉള്ളവനാണ്, അല്ലാഹു നിന്റെ കൽബിൽ നല്ല ചിന്തയാണ് ഇട്ടു തന്നത് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. നമ്മുടെ കൽബിൽ ഏത് ചിന്തയാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതേ, നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്കത് തന്നെയാണ്. അതേ, ഞാൻ നല്ലവനാണ്, അതേ 2 റക്അത്ത് കുറച്ചൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബ് തൗഫീക്ക് തരുമ്പോൾ, കുറച്ചൊക്കെ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സലാത്തുകളൊക്കെ ചെല്ലാൻ കുറച്ചൊക്കെ റബ്ബ് തൗഫീക്ക് തരുമ്പോൾ, ഇത്രയൊന്നും ചെയ്യാത്തവരെ നമ്മളെ മുമ്പിൽ അല്ലാഹ് കാണിക്കുമ്പോൾ കിബറന്മാരായി പോവുകയാണ്. ഞാൻ ഉഷാര് എന്ന ചിന്ത നമ്മളെ കൽബിലേക്ക് വന്നു പോവുകയാണ്. ഒരിക്കലും അത്തരക്കാരായി പോകരുത് എന്നും കൽബിൽ പേടിക്കണം. അതല്ലേ അയ്യഖൂനൽ അബ്ദു ബൈനൽ റജാഇ വൽ ഖൗഫി. ഒരു അടിമ, ഒരു മോമിനിന്റെ കൽബെന്നും
പേടിയിലും ആഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടൂലേ എന്നുള്ള രീതിയിൽ അങ്ങനെയോ ഭയം ആഗ്രഹത്തിൻ്റെ ഇടയിലായിരിക്കണം ഒരു മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല ചിന്തകൾ തന്നവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.